ചിത്തെന്ന് പറയുന്നത് സാമാന്യ സത്തയാണ്. അപ്പോൾ സത്ത അല്ലെങ്കിൽ ഉണ്മ, അസ്തിത്വം, എക്സിസ്റ്റൻസ്, അത് രണ്ട് തരത്തിലുണ്ട്. സാമാന്യ സത്തയും വിശേഷ സത്തയും. സാമാന്യ സത്ത എന്ന് പറഞ്ഞാൽ സകല നാമരൂപങ്ങളിലും ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്ന സത്തയാണ് സാമാന്യ സത്ത. വിശേഷ സത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു സത്തയില്ല, സാമാന്യ സത്ത തന്നെയാണത്. പിന്നെ എന്തിനാ അതിനെ വിശേഷ സത്ത എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുന്ന സാമാന്യ സത്തയാണ് വിശേഷ സത്ത. നാമരൂപങ്ങളെ അതിക്രമിച്ച് തൻ്റെ മഹിമാവിൽ സ്വതന്ത്രമായി സത്തയ്ക്ക് നിലനിൽക്കാൻ കഴിയും. അതാണ് സാമാന്യ സത്ത. പ്രപഞ്ചനാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന സത്ത, അത് ആ സാമാന്യ സത്ത തന്നെയാണ്. അതിനെ വിശേഷ സത്ത എന്ന് പറയും. വാസ്തവത്തിൽ സത്ത എന്ന് പറയുന്നത് സാമാന്യമോ വിശേഷമോ അല്ല. സാമാന്യം വിശേഷം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിലാണ്. നാമരൂപങ്ങളെ അറിയുന്ന ഒരു വ്യക്തി നാമരൂപങ്ങളിൽ ഒരു സത്ത വ്യാപിച്ചിരിക്കുന്നു എന്ന് ഉപനിഷത്തുകൾ അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രം പറയുമ്പോൾ ആ സത്തയെ തിരിച്ചറിയാൻ പറ്റാതെ നാമരൂപങ്ങളിൽ അങ്ങനെ ഒരു സത്തയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. അയാൾ ആ സത്തയെ നാമരൂപങ്ങളുമായി ചേർത്താണ് മനസ്സിലാക്കുന്നത്. സാമാന്യ സത്ത എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളെ അതിക്രമിച്ച് നാമരൂപങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സത്തയുണ്ട്. അതിനെയാണ് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ചിത്ത്. അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണക്കാർ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നാമരൂപങ്ങളോട് കൂടിയ ഒരു ഈശ്വരനെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു പടമോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ നമ്മെപ്പോലെ കൈയും കാലും മുഖവും കണ്ണും ഒക്കെ ഉള്ള ഒരു രൂപത്തെയാണ് സാധാരണക്കാർ ഈശ്വരൻ എന്ന് പറയുന്നത്. അത് അരൂപമായ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. രൂപങ്ങളിലൂടെ ഈ സത്തയെ ഗ്രഹിച്ചിട്ട് രൂപങ്ങളെ തള്ളിക്കളഞ്ഞ് അരൂപമായ ആ സത്തയെ ഗ്രഹിക്കണം. നമ്മുടെ മനസ്സിനെ എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു നാമരൂപത്തിൽ മാത്രമേ മനസ്സ് പറ്റി നിൽക്കുകയുള്ളൂ. അരൂപമായ ഒന്നിനെ ഭാവന ചെയ്യാനോ ധ്യാനിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഇവിടെ ചിന്മാത്ര സത്താസാമാന്യ ധൃതേ അന്യന്നാത്മതദ്വിതാം, ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചവർക്ക് ചിന്മാത്രം, ചിത്ത് എന്ന് പറയുന്നത് സത്താസാമാന്യം അല്ലെങ്കിൽ സാമാന്യ സത്ത, രണ്ടും ഒന്ന് തന്നെയാണ്. ആ സാമാന്യ സത്ത അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. ഒരു നാമരൂപത്തിൽ നിന്ന് സാമാന്യ സത്തയെ നീക്കിക്കഴിഞ്ഞാൽ, നീക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. സാമാന്യ സത്തയെ ഒഴിവാക്കിയാൽ ബാക്കി നിൽക്കുന്നതാണ് നാമരൂപം. സത്തയെ നീക്കിയാൽ നാമരൂപങ്ങൾക്ക് തന്നെ നിലനിൽപ്പില്ല. നാമരൂപങ്ങൾ ഉള്ളതായി തീരുന്നത് സത്തയോടുകൂടി ചേരുമ്പോഴാണ്. സത്ത സകലതിലും വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നാമരൂപങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നത്. എന്നാലും തൽക്കാലം നമുക്ക് സത്തയെ നീക്കുക എന്ന് വിചാരിക്കാം. സത്തയെ നീക്കിയാൽ നാമരൂപങ്ങൾക്ക് മാത്രമായി നിലനിൽപ്പില്ല. നാമരൂപങ്ങളെ വിട്ടാലും സത്തയ്ക്ക് നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ സ്വതന്ത്ര സത്യം എന്ന് പറയുന്നത്. അത് നാമരൂപങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല. എന്നാൽ നാമരൂപങ്ങളാകട്ടെ ആ സ്വതന്ത്ര സത്തയെ ആശ്രയിച്ചു മാത്രം നിൽക്കുന്നവയാണ്. സ്വർണം ആഭരണ നാമരൂപങ്ങളെ വിട്ടാലും സ്വർണത്തിന് നിലനിൽപ്പുണ്ട്. എന്നാൽ ആഭരണ നാമരൂപങ്ങൾക്ക് സ്വർണവുമായി ചേർന്നേ നിലനിൽപ്പുള്ളൂ. കാരണം സ്വർണമാണ് നാമരൂപങ്ങളായി
അല്ലെങ്കിൽ ആഭരണങ്ങളായി പ്രകടമാകുന്നത്. ഇതുപോലെ ആത്മാവുണ്ടെങ്കിലേ പ്രപഞ്ച ദൃശ്യങ്ങളുള്ളൂ. പ്രപഞ്ച ദൃശ്യങ്ങൾ ഇല്ലെങ്കിലും ആത്മാവിൻ്റെ സ്വത്വത്തിന് നാശം സംഭവിക്കുന്നില്ല. അത് സ്വതന്ത്രമായ അസ്തിത്വമോ നിലനിൽപ്പോ ആണ്. ഈ സ്വതന്ത്രമായ അസ്തിത്വം, സ്വതന്ത്രമായ നിലനിൽപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒന്നിനെ മനുഷ്യബുദ്ധിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. നാമരൂപങ്ങളെ മാത്രം കണ്ട് ശീലിച്ച ബുദ്ധിക്ക് അരൂപമായ സത്ത അല്ലെങ്കിൽ സത്യം അതെന്താണെന്ന് ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ആത്മതത്വത്തെ എത്ര പ്രാവശ്യം കേട്ടാലും, ആരിലൂടെയൊക്കെ കേട്ടാലും, ഏതൊക്കെ പുസ്തകം വായിച്ചാലും, എന്തൊക്കെ ഭാഷ്യങ്ങൾ പഠിച്ചാലും അതെന്താണ് എന്നുള്ള കാര്യം മാത്രം നമുക്ക് പിടികിട്ടാത്തത്. അതിനെ അനുഭവിച്ചു മാത്രമേ അറിയാൻ പറ്റൂ. മനസ്സിനും ബുദ്ധിക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന മേഖലകളെ അതിവർത്തിച്ച് നിൽക്കുന്നതാണ് ഈ സാമാന്യ സത്ത അല്ലെങ്കിൽ ശുദ്ധമായ ഉണ്മ. നാമരൂപങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഉണ്മയാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്താണെന്ന് നമുക്കറിയാം. അവിടെയും നമ്മൾ ഉണ്മയെ അറിയുന്നില്ല, നാമരൂപങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ. നാമരൂപങ്ങളെ വിട്ടിട്ട് ഉണ്മയ്ക്ക് നിലനിൽപ്പുണ്ട്. ഉണ്മ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് എന്നാണ്. നാമരൂപങ്ങൾ ഉള്ളപ്പോഴും നാമരൂപങ്ങൾ ഇല്ലാത്തപ്പോഴും ഉണ്മ അതുമാത്രമായി നിലനിൽക്കുന്നു. പക്ഷെ അതെന്താണെന്ന് അതിനെ ശുദ്ധമായി അറിയാത്തവർക്ക്, ആ കേവല സത്യത്തെ സാക്ഷാത്കരിക്കാത്തവർക്ക് ഒരിക്കലും പിടികിട്ടുകയില്ല. സാമാന്യ സത്തയെ ഉപേക്ഷിച്ചാൽ പ്രപഞ്ചം ശൂന്യം. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് ഇതെല്ലാം ബ്രഹ്മമാണ്, നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. നാമരൂപങ്ങളിലൂടെ സത്തയാണ് പ്രകടമാകുന്നത്, അല്ലെങ്കിൽ നാമരൂപങ്ങളുടെ അധിഷ്ഠാനം ഈ സത്തയാണ്. അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അതെന്താണെന്ന് സാധാരണക്കാർക്ക്, ലൗകികന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങളെ മാറ്റി അതുമാത്രമായി അതിനെ അറിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ തനതായ സ്വരൂപം പിടികിട്ടുന്നത്. നാമരൂപങ്ങളെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ നാമരൂപങ്ങളെ മാത്രം കണ്ട് ശീലിച്ചവരാണ്. നാമരൂപങ്ങളെ മാറ്റിയാൽ, ഈ മേശയുണ്ട്, മേശ ഒരു പേരാണ്, അതിനൊരു ആകൃതി അല്ലെങ്കിൽ രൂപമുണ്ട്. ഈ മേശ എന്ന് നമ്മൾ ഗ്രഹിക്കുന്ന ഈ വസ്തുവിൽ നിന്നും അതിൻ്റെ പേരിനെയും രൂപത്തെയും മാറ്റിയാൽ വേറെ എന്തുണ്ടാവും? ശൂന്യം, ഒന്നും ഉണ്ടാവില്ല. ഞാനെന്ന അനുഭവത്തിൽ ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചാൽ, എനിക്കൊരു പേരുണ്ട്, ആ പേരിനെയും ഞാൻ തള്ളിക്കളഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവത്തില്ല, ശൂന്യം. ഇതാണ് ബുദ്ധിയെ ആശ്രയിച്ച് തത്വവിചാരം ചെയ്യുന്നവർ എത്തിച്ചേരുന്ന തീരുമാനം. ബൗദ്ധന്മാർ ഇങ്ങനെയാണ് ശൂന്യവാദത്തിൽ എത്തിച്ചേർന്നത്. ശൂന്യത മാത്രമേ ബാക്കിയുണ്ടാകൂ എന്നുള്ളത് നമ്മുടെ ഊഹം മാത്രമാണ്. കാരണം നാമരൂപങ്ങൾക്ക് മാത്രമാണ് നമ്മൾ സത്യത്വം കൽപ്പിച്ചിരിക്കുന്നത്. നാമരൂപങ്ങളായി പ്രകടമാകുന്ന കേവല സത്ത അല്ലെങ്കിൽ ശുദ്ധമായ ഒരു ഉണ്മയുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നാമരൂപങ്ങളെ നീക്കിയാൽ ബാക്കി ശൂന്യം മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മൾ തെറ്റായി തീരുമാനിക്കുന്നത്. നാമരൂപങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ സത്ത അതിൻ്റെ തനതായ രൂപത്തിൽ, വാസ്തവത്തിൽ അതെന്താണോ അതായി പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ശൂന്യതയുടെ അനുഭവമല്ല. ഇതൊക്കെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിയെ ഒരു മാനദണ്ഡമായി അംഗീകരിക്കുമ്പോഴാണ് ഈ ശൂന്യവാദം. ബുദ്ധൻ ബുദ്ധിയെ മാത്രം അംഗീകരിച്ച് മുമ്പോട്ട് പോയ ആളാണ്. വേദങ്ങൾ ബൗദ്ധന്മാർക്ക് പ്രമാണമല്ല.
വേദങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. അതീന്ദ്രിയമായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളാണ് വേദങ്ങൾ. ഇന്ദ്രിയാതീതമായ ഒന്നിനെ ഇവർ അംഗീകരിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ വേദങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്, ബുദ്ധിയുടെ സഹായത്തോടു കൂടി എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് കണ്ടുപിടിക്കണം എന്ന് മുമ്പോട്ട് പോയി. കുറേ ദൂരം മുമ്പോട്ട് പോയപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ച ബുദ്ധി തന്നെ അലിഞ്ഞില്ലാതായി. ഇനിയിപ്പോൾ ശൂന്യതയുടെ അനുഭവമല്ലാതെ വേറെ എന്തുണ്ടാവും? തീരുമാനിക്കാൻ ഇറങ്ങിയ ബുദ്ധി, തീരുമാനിക്കാൻ തയ്യാറായി യാത്ര തുടങ്ങിയ ബുദ്ധി അല്പദൂരം മുമ്പോട്ട് പോയപ്പോൾ ആ ബുദ്ധി തന്നെ അവ്യക്തത്തിൽ അലിഞ്ഞില്ലാതായി. അവ്യക്തത്തെയാണ് ഇവർ ശൂന്യത എന്ന് പറയുന്നത്. ബൗദ്ധന്മാരുടെ ശൂന്യം എന്നുള്ള അവസ്ഥ വേദാന്തികൾ പറയുന്ന അവ്യക്തം എന്ന അവസ്ഥയാണ്. അതെന്താണ്? ആത്മസാക്ഷാത്കാരത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. എല്ലാം ലയിച്ചുപോയി. അറിയാൻ ശ്രമിച്ചവൻ ഞാനെന്ന ജീവഭാവവും അപ്രത്യക്ഷമായി. അപ്പോൾ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് അവ്യക്തം. അതായത് ഗാഠനിദ്ര പോലെയുള്ള ഒരവസ്ഥ. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് തീരുമാനിക്കാൻ ബുദ്ധി പോലും ബാക്കി നിൽക്കുന്നില്ല. ഞാൻ പോലും സത്യമെന്താണെന്ന് അറിയാൻ ഇറങ്ങി പുറപ്പെട്ട ഞാൻ പോലും ഈ അവ്യക്താവസ്ഥയിൽ ലയിച്ചില്ലാതായി. ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? അവിടെയാണ് അധ്യാത്മശാസ്ത്രത്തിലുള്ള വിശ്വാസം നമ്മെ സഹായിക്കുന്നത്. ബ്രഹ്മമുണ്ട്, അത് ശൂന്യമായ ഒന്നല്ല, അത് നിലനിൽപ്പാണ്, സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ അവ്യക്താവസ്ഥയെ അതിവേഗം ഭേദിക്കും. ഈ അവ്യക്തത്തിൻ്റെ തൊട്ടപ്പുറത്ത് ആനന്ദഘനമായ പ്രകാശസ്വരൂപമായ ആ സത്യം തെളിഞ്ഞ് പ്രകാശിക്കുന്നത് അദ്ദേഹം അനുഭവിക്കും. അതുകൊണ്ട് ബുദ്ധിയെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ആത്മാവിനെ അറിയാൻ ശ്രമിക്കരുത്. യുക്തികൾ, വേദാന്തം നിരത്തുന്ന യുക്തികൾ, അതൊക്കെ ചിന്തിക്കണം. തത്വവിചാരം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള യുക്തിചിന്ത തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു ഘട്ടത്തിനപ്പുറം ഈ യുക്തി നിലനിൽക്കില്ല. അവിടെ നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് ആത്മാവ് മാത്രമാണ് സത്യം എന്ന വേദാന്തത്തിൻ്റെ കണ്ടെത്തലാണ്. ആ വേദവാക്യങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് പിന്നീട് അവ്യക്തത്തിനപ്പുറത്ത് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ വേദാന്തികൾ അല്ലെങ്കിൽ ആത്മജ്ഞാനികൾ ആത്മസത്തയെ നീക്കിയാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, ആത്മാവിനെ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ശൂന്യം. നാമരൂപങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവ് മാത്രം ബാക്കി നിൽക്കും. നാമരൂപങ്ങളെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അംഗീകരിക്കാൻ നമുക്ക് വേറൊന്നുമില്ല. ആത്മാവിൽ വിശ്വാസമില്ല. ആത്മാവെന്ന് പറയുന്ന ഒരു പരമസത്യമുണ്ട്. അതിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. ജ്ഞാനികൾ ആത്മാവാണ് സത്യം എന്ന് വിശ്വസിച്ചാണ് അതിനെ സാക്ഷാത്കരിച്ചത്. വേദവാക്യങ്ങളിലുള്ള ദൃഢവിശ്വാസം, അതിനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയവരായതുകൊണ്ട് ഈ അവ്യക്തത്തിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞു. ദൃശ്യ അത്യന്ത അഭാവബോധേ സർഗാസർഗദൃശോഹോക്ഷയെ. സർഗം അസർഗം, സർഗം സൃഷ്ടി, അസർഗം സംഹാരം അല്ലെങ്കിൽ ലയം. സൃഷ്ടിയും ലയവും നമ്മൾ എപ്പോഴാണ് ഈ രണ്ട് വാക്കുകൾ പ്രയോഗിക്കുന്നത്? സൃഷ്ടി, ലയം. ഈ രണ്ട് വാക്കുകളും നാമരൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. നമ്മൾ മാത്രമല്ല, ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. നാമരൂപങ്ങൾ
പൊന്തുന്നത് സൃഷ്ടി, നാമരൂപങ്ങൾ ലയിക്കുന്നത് അല്ലെങ്കിൽ മറഞ്ഞു പോകുന്നത് സംഹാരം അല്ലെങ്കിൽ ലയം. നാശം എന്നൊന്നില്ല. നമ്മൾ സൃഷ്ടി, സ്ഥിതി, നാശം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നശിക്കുന്നില്ല. ആത്മാവ് നാമരൂപങ്ങളായി പ്രകടമാകുന്ന അവസ്ഥ സൃഷ്ടി, നാമരൂപങ്ങൾ അതേ ആത്മതത്വത്തിൽ ലയിച്ചു പോകുന്ന അവസ്ഥ സംഹാരം. ഇവിടെ വാസ്തവത്തിൽ ഒന്നും നശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൃശ്യമാണ് പൊന്തുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്നത്. ദൃശ്യം ഉള്ളപ്പോഴേ അതിന് നിലനിൽക്കില്ല. ദൃശ്യം കാണപ്പെടുമ്പോൾ പോലും അതിന് അസ്തിത്വമില്ല. ദൃശ്യത്തിന് അസ്തിത്വം അല്ലെങ്കിൽ ഉണ്മ നൽകുന്നത് ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവ് ഏത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൃശ്യത്തെ അനുഭവിച്ചാലും ദ്രഷ്ടാവായി പ്രകടമാകാൻ ഒരൊറ്റ സത്യം മാത്രമേ ഉള്ളൂ, അതാണ് ബ്രഹ്മം. ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥം. പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവൻ ഏത് ശരീരത്തിലും ജീവഭാവമായി പ്രകടമാകുന്നത് ബ്രഹ്മമാണ്. നാമരൂപങ്ങളാണ് പ്രകടമാവുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്നത്. നാമരൂപങ്ങളുടെ പ്രകടനം സൃഷ്ടി, നാമരൂപ പ്രകടനം ഇല്ലാതിരിക്കുന്നത് സംഹാരം അല്ലെങ്കിൽ ലയം. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകളും ഇല്ലാത്ത നാമരൂപങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഉള്ള ആത്മാവ് പൊന്തുകയോ മറയുകയോ ചെയ്യുന്നില്ല. നാമരൂപങ്ങൾ പൊന്തുമ്പോൾ അവയെ ഉള്ളതായി അറിയുന്നത് ഈ ആത്മാവാണ്. അതുപോലെ നാമരൂപങ്ങളുടെ വിലയത്തിനും സാക്ഷി ഈ ആത്മാവാണ്. അതുകൊണ്ട് സകലതിനും സാക്ഷിയായിരിക്കുന്നവനായതുകൊണ്ട്, സർവസാക്ഷിയായിരിക്കുന്നതുകൊണ്ട് ആത്മാവിന് നാശമില്ല. നാമരൂപങ്ങൾ പൊന്തുന്നതിനെയും നിലനിൽക്കുന്നതിനെയും അതുപോലെ മറഞ്ഞു പോകുന്നതിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആത്മാവാണ്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് പിടികിട്ടാതിരിക്കാൻ കാരണം നമ്മുടെ ശ്രദ്ധ ദ്രഷ്ടാവിലല്ല, ദൃശ്യത്തിലാണ്. പൊന്തിമറയുന്ന ദൃശ്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ. അതിനെ അറിയുന്ന ദ്രഷ്ടാവിനെ നാം ശ്രദ്ധിക്കുന്നില്ല. ദ്രഷ്ടാവിൽ ശ്രദ്ധ പതിഞ്ഞാൽ ദൃശ്യം കള്ളമാണെന്ന് മനസ്സിലാകും. ദ്രഷ്ടാവ് എപ്പോഴുമുണ്ട്. ശൂന്യതയ്ക്ക് പോലും സാക്ഷിയായി ഈ ആത്മാവെന്ന് അറിയപ്പെടുന്ന ദ്രഷ്ടാവുണ്ട്. എല്ലാം അറിഞ്ഞുപോയി, ഒന്നും അറിയപ്പെട്ടില്ല എന്ന് അറിഞ്ഞതാരാ? ആരാണ് ഈ അനുഭവം നേടുന്നത്? ഒന്നുമില്ലായ്മയെ അറിഞ്ഞതുകൊണ്ടാണല്ലോ ഒന്നുമില്ല, എല്ലാം മറഞ്ഞുപോയി എന്ന് പറയാൻ കഴിഞ്ഞത്. ആ ഒന്നുമില്ലായ്മയ്ക്കും സാക്ഷിയായി വർത്തിക്കുന്നതാണ് ഈ പരമാത്മാവ്, ചിത്ത്. ആ ചിത്തിനെ മാറ്റിയാൽ പ്രപഞ്ചം വട്ടപൂജ്യം. ജീവനായും ജഗത്തായും പ്രകടമാകുന്നത് കേവലമായ ആ ഉണ്മയാണ്. ഉണ്മയെ നീക്കിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ഇല്ലായ്മയായിരിക്കും. അതിനെയാണ് ശൂന്യം എന്ന് പറയുന്നത്. എന്തിൻ്റെ ശൂന്യം? ഉണ്മ നശിക്കാത്തതായതുകൊണ്ട് നാമരൂപങ്ങളെ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. നാമരൂപങ്ങൾ മാത്രമാണ് മറഞ്ഞു പോകുന്നത്. അപ്പോൾ ശൂന്യതയുടെ അനുഭവം. ഈ ശൂന്യതയുടെ അനുഭവം ആർക്ക്? നാമരൂപങ്ങളെ ആരാണോ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതേ തത്വത്തിന് തന്നെയാണ് ശൂന്യതയുടെയും അനുഭവം. ജാഗ്രത്തിലും സ്വപ്നത്തിലും പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഞാനുണ്ട്. സുഷുപ്തിയിൽ ആ ഞാനെന്നുള്ള ഭാവം ലയിച്ചു പോകുന്നു. പക്ഷേ ഞാനിൻ്റെ ലയത്തിനും സാക്ഷിയായി മറ്റൊന്നുണ്ട്. അതാണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ജീവന് നീ ഒന്നും അറിഞ്ഞില്ല എന്ന അറിവ് പകർന്നു കൊടുക്കുന്നത്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ഒരറിവാണ്. അതറിവില്ലായ്മയല്ല.
ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഒന്നും അറിഞ്ഞില്ല എന്ന് അറിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിടികിട്ടുന്നില്ല. അറിവില്ലായ്മയെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് ഉറക്കത്തിൽ ലഭിക്കുന്നത്. ഞാനെന്ന ജീവഭാവം പോലും ലയിച്ചു പോകുമ്പോൾ, സർവ്വതും ലയിച്ച് ഒന്നുമില്ലായ്മ, ശുദ്ധശൂന്യത, അത് മാത്രമാണ് ഉറക്കത്തിൽ അവശേഷിക്കുന്നത്. അതിനെ അനുഭവപ്പെടുത്തി തരുന്ന, ഉണർന്നു വരുന്ന ജീവന് ആ അറിവ് പകർന്നു കൊടുക്കുന്ന ഒന്ന് ജീവൻ്റെ ഉറക്കത്തിൽ ഉറങ്ങാതെ ഇരിക്കുന്നു. അതാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവിനെ ജാഗ്രത്തിലും സ്വപ്നത്തിലും കണ്ടെത്താൻ പ്രയാസമാണ്. പക്ഷേ അതിൻ്റെ അസ്തിത്വം സുഷുപ്തിയിൽ നിന്നും വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്, ഊഹിച്ചറിയേണ്ടതാണ്. അനുഭവം പിന്നെ ആയിക്കോട്ടെ, ജാഗ്രത്തിലും സ്വപ്നത്തിലും നമ്മുടെ മനസ്സ് ബഹിർമുഖമാണ്. നാമരൂപങ്ങളുടെ പ്രകടനം അതിശക്തമായി ഉള്ള രണ്ടവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും. അവിടെ ആത്മാവിനെ കണ്ടെത്താൻ പറ്റില്ല. ജാഗ്രത് സ്വപ്നങ്ങൾക്കപ്പുറത്ത്, അതായത് ദൃശ്യങ്ങളെല്ലാം മാഞ്ഞുപോയ ഒരവസ്ഥ, അതിനെയും നമ്മൾ അനുഭവിക്കുന്നു. അവിടെ ആത്മാവുണ്ടെന്ന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ ആത്മാനുഭവം ഉറക്കത്തിൽ കിട്ടുന്നില്ലല്ലോ. വേണ്ട, എല്ലാം മറഞ്ഞുപോയ ഒന്നിനെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ആ അറിവിന് കാരണഭൂതമായ ഒന്ന് ഉണ്ടാവണമല്ലോ. അതാണല്ലോ ജീവൻ ഉണർന്നു വരുമ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന അനുഭവത്തെ പ്രകാശിപ്പിക്കുന്നത്. ആ ഒന്നിനെ നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ അംഗീകരിക്കാൻ നാം നിർബന്ധിതരായിത്തീരുന്നു. നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. തൻ്റെ ഉണ്മയെയും തൻ്റെ ഇല്ലായ്മയെയും എന്ന് പറഞ്ഞാൽ ജീവഭാവം ഉള്ളപ്പോഴും ജീവഭാവം ലയിച്ചു പോകുമ്പോഴും രണ്ടിനെയും പ്രകാശിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്. അതാണ് ആത്മാവ്. അത് തന്നെയാണ് ജീവനായും ജഗത്തായും പ്രകടമാകുന്നത്. എന്നാൽ പിന്നെ ഉറങ്ങിയാൽ പോരെ? ഈ തത്വവിചാരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉറക്കത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിലും അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഊഹിച്ച് മാത്രമേ അറിയുന്നുള്ളൂ. ഉറക്കത്തിൽ ഈ ശൂന്യാവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്നത് ആത്മാവാണ് എന്ന് അറിയാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അറിയേണ്ടത് ബുദ്ധിയുടെ ചുമതലയാണ്. ആ ബുദ്ധി ഉൾപ്പെടെ ലയിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിലും അത് ആത്മാവാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ബുദ്ധി ഉൾപ്പെടെയുള്ള സകല ഉപകരണങ്ങളും ലയിച്ചു പോകുന്നത് കൊണ്ട് അവിടെ ഊഹത്തെ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. യുക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ സുഷുപ്തിയിൽ ആത്മാവെന്ന ഒന്ന് ഉണ്ടായിരിക്കണം, ഉണ്ടായിരുന്നേ പറ്റൂ എന്ന് നമ്മൾ ഊഹിക്കേണ്ടി വരുന്നത്. ബുദ്ധി ലയിക്കാതിരുന്നാൽ, ബുദ്ധി ലയിക്കാതെ എന്നാൽ ദൃശ്യങ്ങളെല്ലാം മാഞ്ഞു പോയാൽ ആ അവസ്ഥ അത് ഉണർവിൻ്റെ പരമകാഷ്ഠയാണ്. അതാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. ബോധപൂർവമായി ദൃശ്യങ്ങളെയെല്ലാം ലയിപ്പിച്ച് മനസ്സിൻ്റെ സങ്കല്പങ്ങളെയെല്ലാം ഒഴിവാക്കി എന്നാൽ ഉറങ്ങാതെ ബുദ്ധിയെ ലയിക്കാൻ സമ്മതിക്കാതെ ചിത്തവൃത്തികളെ മാത്രം ലയിപ്പിച്ച് അവിടെ എന്തുണ്ട് എന്ന് ജാഗ്രതയോടുകൂടി ഉണർവോടുകൂടി കാണാൻ കഴിഞ്ഞാൽ ആത്മതത്വം എന്താണെന്ന് പുഷ്പം പോലെ ആർക്കും മനസ്സിലാവും. പക്ഷേ ചിത്തവൃത്തികളെ നിരോധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. മനസ്സിങ്ങനെ ചഞ്ചലമായി പല വൃത്തികളുടെ രൂപത്തിൽ ഇങ്ങനെ പൊന്തുന്നു. ആ വൃത്തികളിൽ ഈ ആത്മാവ് പ്രതിഫലിക്കുന്നു. പക്ഷേ വൃത്തികളിൽ പ്രതിഫലിക്കുന്ന ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വൃത്തിരഹിതമായ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ അതിനെ അറിയുമ്പോൾ മാത്രമാണ് അങ്ങനെയൊന്ന് ഉണ്ട്
എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദൃശ്യത്തിൻ്റെ അത്യന്ത അഭാവം, ദൃശ്യം എന്നുള്ളത് കാണപ്പെടുമ്പോൾ പോലും ഇല്ലാത്തതാണ്. ഇതാണ് ദൃശ്യങ്ങളെ ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപായം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതില്ലാന്ന് തീരുമാനിക്കാൻ പറ്റുമോ? കാണാതിരിക്കുമ്പോൾ ഇല്ലാന്ന് തീരുമാനിക്കാൻ ആരെ കൊണ്ടും പറ്റും. അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ഒന്നിനെ കാണുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വ്യക്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കള്ളമാണെന്ന് തീരുമാനിക്കാൻ അസാധാരണന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. രാത്രിയിൽ കാനൽ ജലമില്ല എന്നറിയാൻ ഏത് കൊച്ചു കുഞ്ഞിനും പറ്റും. കാരണം കാനൽ ജലത്തിൻ്റെ പ്രതീതി രാത്രിയില്ല, നട്ടുച്ചയ്ക്കാണ് അല്ലെങ്കിൽ പകൽവേളയിലാണ് കാനൽ ജലത്തിൻ്റെ പ്രതീതി. ആ പ്രതീതി നിലനിൽക്കുമ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളമില്ല, ഇത് മായയാണ്, ഭ്രമമാണ്, ഇത് മിഥ്യാദർശനമാണ് എന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠം. ദൃശ്യങ്ങളുള്ളപ്പോൾ ദൃശ്യങ്ങളുടെ ഇല്ലായ്മ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണം. നാപ്രതീതിസ്തയോർബാധ കിന്തു മിഥ്യാത്വ നിശ്ചയ. ഇതാണ് വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശിയിൽ പറയുന്നത്. ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും അധികമാവില്ല കേട്ടോ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 100 വട്ടം പറഞ്ഞാലും ഒരിക്കലും അത് കൂടിപ്പോയി. ഇത് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അങ്ങനെ കാരണം അത്ര കണ്ട് അർത്ഥ ഗാംഭീര്യം, അർത്ഥവ്യാപ്തി ആ ഒരു ലൈനിലുണ്ട്. നാപ്രതീതിസ്തയോർബാധ കിന്തു മിഥ്യാത്വ നിശ്ചയ. പ്രപഞ്ച ദൃശ്യങ്ങളെ തുടച്ചു നീക്കണം എന്നില്ല. എന്തിന്? ആത്മസാക്ഷാത്കാരം നേടാൻ. ഈ ദൃശ്യങ്ങളെയൊക്കെ തുടച്ചു നീക്കി, അതായത് നിർവികൽപ്പ സമാധിയിലിരുന്നാൽ മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ എന്നില്ല. ദൃശ്യങ്ങൾ അനുഭവപ്പെടാതിരിക്കണം എന്നുള്ളത് ഒരു മാനദണ്ഡമല്ല. ദൃശ്യങ്ങൾ അനുഭവപ്പെടാതിരിക്കുന്നുവെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കും എന്ന് വിചാരിച്ചാൽ ദിവസേന നമ്മുടെ ഉറക്കത്തിൽ ദൃശ്യങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടുന്നുണ്ടല്ലോ, നമുക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ദൃശ്യമല്ല നമ്മുടെ പ്രശ്നം. ദൃശ്യങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളതല്ല, ദൃശ്യങ്ങൾക്ക് സത്യത്വം നൽകുന്നു. ദൃശ്യത്തെ സത്യമെന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നു. അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത്. അതുകൊണ്ടാണ് നാപ്രതീതിസ്തയോർബാധ, ജീവനും ജഗത്തും മറഞ്ഞു പോയാലേ ആത്മജ്ഞാനം ലഭിക്കൂ എന്നില്ല. ഇത് രണ്ടും ഉള്ളപ്പോൾ തന്നെ ഇത് രണ്ടും കള്ളമാണെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അവൻ ആത്മജ്ഞാനം നേടും. അവയുടെ മിഥ്യാത്വമാണ് നമുക്ക് പിടികിട്ടേണ്ടത്. അല്ലാതെ ആ കാഴ്ചകളെ മാറ്റിമറിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ കാഴ്ചകളെ ലയിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാവില്ല. സുഷുപ്തിയിൽ ഒരു പരിശ്രമവും ഇല്ലാതെ ദൃശ്യങ്ങളെ അനുഭവിക്കുന്ന അഹങ്കാരവും മാഞ്ഞു പോകുന്നു. ജ്ഞാനം കിട്ടുന്നുണ്ടോ? നിങ്ങൾ നിർവികൽപ്പ സമാധിയിൽ കഴിഞ്ഞാലും ഇതേ അനുഭവം തന്നെയാണ്. അല്ല, നിർവികൽപ്പ സമാധി ഉറക്കം പോലെയല്ല. അവിടെ ബുദ്ധി ഉണർന്നു വർത്തിക്കുന്നു എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ട് നിർവികൽപ്പ സമാധിയിലാണ് ആത്മജ്ഞാനം നേടാൻ കഴിയുന്നത് എന്നുള്ളത് ശരിയാണ്. ദൃശ്യങ്ങളോ ജീവഭാവമോ അല്ല ആത്മജ്ഞാനത്തിന് തടസ്സം. ആത്മജ്ഞാനത്തിന് തടസ്സം എന്തെന്നോ, ഇതൊക്കെ ആത്മാവാണെന്ന് അറിയാതിരിക്കുന്നതാണ് ആത്മജ്ഞാനത്തിന് തടസ്സം. അതായത് അറിവില്ലായ്മയാണ് അറിവിന് തടസ്സം. അറിവില്ലായ്മ അഥവാ അജ്ഞാനം എന്താണത്? ഇത് ആത്മാവല്ല, ഈ മേശ ആത്മാവല്ല, ഈ പുസ്തകം ആത്മാവല്ല, ഞാൻ ആത്മാവല്ല, നിങ്ങൾ ആത്മാവല്ല, ഇങ്ങനെ വിചാരമുണ്ടോ? അത് തന്നെയാണ് അജ്ഞാനം. ഞാൻ ആത്മാവാണ്, ഇതാത്മാവാണ്, അതാത്മാവാണ്, സൂര്യചന്ദ്രാദികൾ ആത്മാവാണ്, നല്ലവനും ദുഷ്ടനും എല്ലാവരും ആത്മാവാണ്, ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ദൃശ്യങ്ങളെ കാണുമ്പോൾ
ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മനിഷ്ഠ. പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഉറപ്പ് വരണം. അത് എത്ര കണ്ട് ഉറപ്പ് വരുന്നോ അത്ര കണ്ട് നമ്മുടെ ബ്രഹ്മനിഷ്ഠ വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ബ്രഹ്മത്തെ ഒരു പ്രാവശ്യം സാക്ഷാത്കരിച്ചത് കൊണ്ട് നിങ്ങൾ ബ്രഹ്മനിഷ്ഠ നേടി എന്ന് പറയാൻ പറ്റില്ല. കാലം കൊണ്ട് ഉറച്ചു വരേണ്ടതാണ് ഈ ബ്രഹ്മനിഷ്ഠ. തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. കാലം കൊണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മനിഷ്ഠന്മാരെ 4 വിഭാഗമായി തരംതിരിക്കുന്നത് വേദാന്ത ശാസ്ത്രം. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരീയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ. ഇതിൽ ബ്രഹ്മവിദ് വരിഷ്ഠനാണ് ശ്രേഷ്ഠൻ. മറ്റുള്ളവർ മോശമെന്നല്ല. പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ ഉറപ്പ് വന്നിട്ടുള്ളത് ബ്രഹ്മവിദ് വരിഷ്ഠന് മാത്രമാണ്. മറ്റുള്ളവർ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ വീണ്ടും മായയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് പൂർണ്ണമായി ബോധ്യം വന്നിട്ടില്ല. ദൃശ്യപ്രപഞ്ചമായി കാണപ്പെടുന്നത് ബ്രഹ്മമാണ് എന്ന ഉറപ്പ്, അത് ബ്രഹ്മവിദ് വരിഷ്ഠൻ നേടുന്ന ഉറപ്പാണ്. അപ്പോൾ ദൃശ്യത്തിൻ്റെ അത്യന്ത അഭാവം, ദൃശ്യങ്ങൾ കാണപ്പെടുമ്പോഴും അവ ഇല്ലാത്തവയാണ്, അത് വെറും ഭ്രമമാണ്, ബ്രഹ്മമാണ് നാമരൂപങ്ങളായി പ്രകടമാകുന്നത് എന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സൃഷ്ടിയും സംഹാരവും സമം. ലോകം സൃഷ്ടിക്കപ്പെട്ടാലും ലോകം നശിപ്പിക്കപ്പെട്ടാലും അയാളെ സംബന്ധിച്ച് ഒരേ അവസ്ഥ തന്നെയാണ്. കാരണം നാമരൂപങ്ങൾ ഉള്ളപ്പോൾ പോലും അയാൾ അവയുടെ മിഥ്യാത്വത്തെ തിരിച്ചറിയുന്നു. ഈ നാമരൂപങ്ങളായി പ്രകടമാകുന്നത് ബ്രഹ്മമാണ് എന്ന് അയാൾക്ക് കാണാൻ കഴിയുന്നു. ഈ നാമരൂപങ്ങൾ മറഞ്ഞു പോകുമ്പോഴും ബ്രഹ്മത്തിലാണ് ഇവ തിരിച്ച് ലയിക്കുന്നത്. നാമരൂപങ്ങൾ ലയിച്ചു കഴിഞ്ഞാൽ ബാക്കി ബാക്കി നിൽക്കുന്നത് ഈ ബ്രഹ്മമാണ് എന്ന് അയാൾ വ്യക്തമായി അറിയുന്നു. അയാൾക്ക് സൃഷ്ടിയും സംഹാരവും തുല്യം. നമുക്കാണ് സൃഷ്ടി സന്തോഷപ്രദവും സംഹാരം ദുഃഖപ്രദവുമായി മാറുന്നത്. ജ്ഞാനിക്ക് നാമരൂപങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവയുടെ മിഥ്യാത്വം ഉറപ്പ് വന്നു കഴിഞ്ഞു. ചിന്മാത്ര സത്താ സാമാന്യേ വിശ്രാന്തസ്യ നിരന്തരം സർവേശസ്യേഹ സർവത്വം സർവാത്മത്വം ച സർവദാ. ചിന്മാത്രം, ചിത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധബോധം. അതായത് നാമരൂപങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന അസ്തിത്വം, സത്ത, എക്സിസ്റ്റൻസ്, അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്. നമുക്ക് ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നു, ഒരു വസ്തുവുണ്ട്, വ്യക്തികളുണ്ട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ട്. ഈ ഉണ്ട് എന്നുള്ളത് നാമരൂപങ്ങളുടെ ഒരു സവിശേഷതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു നാമരൂപമുണ്ട് എന്നാണ്. നാമരൂപങ്ങളെ മാറ്റിയിട്ട് കേവലമായ ഉണ്മ, ശുദ്ധമായ സത്ത, അങ്ങനെയൊന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. സത്ത എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് സ്വരൂപമായിട്ടുള്ള ഒരു തത്വമാണ് ഈ സത്ത. അതിനെ തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. അത് തന്നെയാണ് ചിത്ത്, അത് തന്നെയാണ് ബ്രഹ്മം, അത് തന്നെയാണ് ഈശ്വരൻ. നാമരൂപങ്ങളായി പ്രകടമാകുന്നത് അതിൻ്റെ ഒരു സവിശേഷതയാണ്. സമുദ്രജലം തന്നെയാണ് അലകളായി പൊന്തുന്നത്. അലകൾ വസ്തുവല്ല, ജലമാണ് അലയുടെ രൂപത്തിൽ പൊന്തി വരുന്നത്. അപ്പം അങ്ങനെ കേവലമായ ഒരു ഉണ്മയുണ്ട്. ആ ഉണ്മയിൽ നാമരൂപങ്ങൾ പ്രകടമാകുമ്പോൾ നാമരൂപങ്ങളുണ്ട് എന്ന അനുഭവം.
സ്വർണമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ സ്വർണത്തിൽ മാലയുടെയോ വളയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഭരണത്തിൻ്റെയോ രൂപം പ്രകടമാകുമ്പോൾ ആഭരണമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ, നിങ്ങൾ ആഭരണമുണ്ട് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ വിചാരിക്കുമ്പോഴും ആഭരണം എന്ന വേറിട്ട ഒരു വസ്തുവില്ല, അപ്പോഴും ഉള്ളത് സ്വർണം മാത്രം. സ്വർണത്തിലാണ് നാമരൂപങ്ങൾ ആവിർഭവിക്കുന്നത്. അതുപോലെ കേവലമായ സത്തയിലാണ് സാപേക്ഷ സത്തയോടുകൂടിയ പ്രപഞ്ച ദൃശ്യങ്ങൾ പൊന്തുന്നത്. പ്രപഞ്ച ദൃശ്യങ്ങളെ കാണുമ്പോൾ ആ സത്യത്തെ ഓർമ്മിക്കാൻ കഴിയണം. നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോകരുത്. നാമരൂപങ്ങൾ ഉള്ളപ്പോൾ തന്നെ ബ്രഹ്മത്തെ കണ്ട് ശീലിക്കുന്ന ഒരാൾക്ക് നാമരൂപങ്ങൾ മറഞ്ഞു പോകുമ്പോഴും ബ്രഹ്മത്തെ കാണാൻ എന്താണ് പ്രയാസം? നാമരൂപങ്ങളാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. നാമരൂപങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇത് ബ്രഹ്മമാണ് എന്ന് കാണാൻ കഴിയുന്ന ഒരാൾക്ക് നാമരൂപങ്ങൾ വിലയിക്കുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നാമരൂപങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ആത്മാനുഭവം വേണ്ട. നാമരൂപങ്ങളായി നാം പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ ഇത് ബ്രഹ്മമാണ് എന്ന് തീരുമാനിക്കാൻ കഴിയണം. അങ്ങനെ തീരുമാനിച്ചാൽ ക്രമേണ മനസ്സ് രാഗദ്വേഷ വിമുക്തമാകും. രാഗദ്വേഷ വിമുക്തമാകുന്ന മനസ്സ് ശാന്തമായി തീരും. ശാന്തിയുടെ മറ്റൊരു പേരാണ് ബ്രഹ്മം. അപ്പോഴാണ് ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. ആത്മജ്ഞാനത്തിന് നാമരൂപങ്ങൾ തടസ്സങ്ങളല്ല. ഇത് നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. നാമരൂപങ്ങൾ ആത്മാനുഭവത്തിന് തടസ്സമല്ല. തടസ്സമെന്തെന്നോ, നാമരൂപങ്ങളിൽ ബ്രഹ്മത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ല എന്നുള്ളതാണ് നമ്മുടെ തടസ്സം. അതായത് അജ്ഞാനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിബന്ധം, അല്ലാതെ നാമരൂപങ്ങളല്ല. അജ്ഞാനം നീങ്ങിയാൽ നാമരൂപങ്ങൾ ഉണ്ടെങ്കിലും അത് ബ്രഹ്മമാണ് എന്ന് ബുദ്ധി വിളിച്ചറിയിക്കും. അങ്ങനെയാണ് ഉറപ്പ് നേടുന്നത്. ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് അതാണ്. നാമരൂപങ്ങളിൽ മോഹിതരാകാതിരിക്കുക, നാമരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന സ്വഭാവത്തെ വിടുക, നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന അരൂപമായ സാമാന്യ സത്തയെ ബുദ്ധി കൊണ്ട് നിരന്തരം ഉറപ്പിക്കുക. അങ്ങനെ പരിശീലനം നേടിയ ഒരു ബുദ്ധി നാമരൂപങ്ങളെ കണ്ട് ഭ്രമിക്കുകയില്ല. ആ ബുദ്ധി ആത്മാവിനെ തന്നെ പിന്തുടരും. നാമരൂപങ്ങൾ ഉള്ളപ്പോഴാണ് ബുദ്ധി ആത്മാവിനെ പിന്തുടരേണ്ടത്. നാമരൂപങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ, അതായത് അബോധാവസ്ഥയിലും ഗാഠനിദ്രയിലും, അവിടെ നാമരൂപങ്ങൾ തന്നെ ഇല്ല, ബുദ്ധി പോലുമില്ല. അതുകൊണ്ട് അവിടെ തടസ്സങ്ങളില്ല. തടസ്സങ്ങൾ ഉള്ളപ്പോഴാണ് അവയെ അതിജീവിക്കേണ്ടത്. എന്താണ് തടസ്സങ്ങൾ? നാമരൂപങ്ങളാണ് തടസ്സങ്ങൾ എന്നാണ് അജ്ഞാനികൾ പറയുന്നത്. പക്ഷേ നാമരൂപങ്ങളെ സത്യമെന്ന് കരുതുന്ന അവസ്ഥയാണ് അജ്ഞാനം. അപ്പോൾ അജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള തടസ്സം. ആ അജ്ഞാനത്തെ ജ്ഞാനത്തിൻ്റെ സഹായത്തോടുകൂടി സർവം ബ്രഹ്മമയം എന്ന ഭാവത്തെ നിരന്തരം പരിശീലിച്ച് ആരാണോ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് അയാൾക്ക് ആദിത്യനെപ്പോലെ ജ്ഞാനം ഉള്ളിൽ തെളിയും. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. ബാലകൃഷ്ണൻ നായർ സാറ് കൂടെ കോട്ട് ചെയ്യുന്ന ഒരു വരിയാണിത്. എവിടെ എവിടെ മനസ്സ് ചെന്ന് പറ്റുന്നുവോ അതിലൊക്കെ അത് ബ്രഹ്മമാണ് എന്നുകൂടെ ഓർമ്മിക്കുക. ആദ്യം അതൊരു കൃത്രിമമായ സാധനയായി തോന്നും. പക്ഷെ ഞാൻ നാമരൂപമാണത്. ഒരു കല്ലോ മണ്ണോ സൂര്യനോ ചന്ദ്രനോ ഒക്കെ കാണുമ്പം ഇത് സൂര്യനാണെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇത് ബ്രഹ്മമാണ് എന്ന് വിചാരിക്കുന്നത് ഞാൻ എന്നെ തന്നെ പറ്റിക്കുകയല്ലേ? അല്ല സുഹൃത്തെ, നിങ്ങൾ നിങ്ങളെ പറ്റിക്കുകയല്ല, നിങ്ങൾ സത്യത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത്. വാസ്തവത്തിൽ
പ്രപഞ്ചമാണ് നമ്മെ പറ്റിക്കുന്നത്. നാമരൂപങ്ങളെ സത്യം എന്ന് കരുതുന്നത് വഴി നാം നമ്മെ തന്നെ പറ്റിക്കുകയാണ്. ആ സ്വയം പറ്റിക്കലിൽ നിന്ന് രക്ഷ നേടുന്നത് സത്യത്തെ പിന്തുടരുമ്പോഴാണ്. അതുകൊണ്ട് നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മത്തിൻ്റെ പ്രകടനമാണ് എന്ന് തന്നെ ചിന്തിക്കണം, ഉറപ്പിക്കണം, നിശ്ചയിക്കണം. അതിൽ കൃത്രിമത്വം ഉണ്ട് എന്ന് വിചാരിക്കരുത്. അത് സത്യമാണ്. സത്യത്തിൽ എന്ത് കൃത്രിമത്വം? അസത്യത്തിലാണ് കൃത്രിമത്വം. സത്യം ഒന്നാണ്. ഉള്ളതിനെ ഉള്ളതുപോലെ അറിയുക എന്നുള്ളതാണ് സത്യാനുഭവം. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, സമ്മതിച്ചാലും എതിർത്താലും ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ളതാണ് സത്യം. സത്യം സത്യം. നമുക്ക് ഉറപ്പ് വരാത്തത് നമ്മൾ മണ്ടന്മാരായി പോയതുകൊണ്ടാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഈ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുന്നത്. അല്പാൽപമായി ചിന്തിച്ച് വേദാന്തം നിരത്തുന്ന യുക്തികളുടെ സഹായത്തോടുകൂടി ഇതെല്ലാം ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാത്മശാസ്ത്രം പ്രഖ്യാപിക്കുന്നത്? അതിൻ്റെ ആ യുക്തി കൂടെ ചിന്തിച്ചു നോക്കൂ. ഏത് കുഞ്ഞിനും മനസ്സിലാകും. ബാലകൃഷ്ണൻ സാർ പറയും, വേദാന്ത സത്യം വളരെ ലളിതമാണ്. ഒരുപാട് പഠിച്ച വ്യക്തികൾക്കാണിത് പിടികിട്ടാത്തത്. സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. മഴ പെയ്യുമ്പോൾ സ്കൂളിൻ്റെ വരാന്തയിൽ പോലും ഒതുങ്ങാതെ എന്ന് പറഞ്ഞാൽ നിരക്ഷരകുക്ഷിയായിരിക്കുന്ന ഒരു അജ്ഞാനിക്ക് ഈ ആത്മതത്വത്തെ പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. നമ്മുടെ കുഴപ്പം എന്തെന്നോ, നമ്മൾ പൂർണ്ണമായ അജ്ഞാനികളല്ല. അജ്ഞാനം പൂർണ്ണമായിട്ടില്ല. ആ അജ്ഞാനത്തിൻ്റെ ഇടയ്ക്ക് ചില അറിവുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ അറിവാണ് പ്രശ്നം. അജ്ഞാനത്തിൻ്റെ ഇടയ്ക്ക് അനാവശ്യമായ ചില അറിവുകൾ കടന്നിട്ടുണ്ട്, വൈറസ് പോലെ. അതാണ് പ്രശ്നം. ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെയുള്ളവനെയും ഈ സത്യം ബോധിപ്പിക്കാൻ പറ്റും. എല്ലാം അറിയുന്നവന് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അയാൾക്ക് എല്ലാം അറിയാം. അതായത് പൂർണ്ണമായ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തെന്നോ, പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെപ്പോലും അംഗീകരിക്കാത്ത അജ്ഞാനം. അങ്ങനെ ഒരു അജ്ഞാനം ഈ ലോകത്തിലില്ല. എല്ലാവരും പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നവരാണ്. അത് നീങ്ങിയാൽ ബ്രഹ്മജ്ഞാനമായി. അപ്പോൾ അറിവും അറിവില്ലായ്മയും ഇടകലർന്നിരിക്കുന്നു. അതാണ് കുഴപ്പം. ഒന്നിനെയും അറിയാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. ഇഗ്നറൻസ് ഈസ് ബ്ലിസ്. പരിപൂർണ അജ്ഞാനി, ഒന്നും അറിഞ്ഞുകൂടാത്തവൻ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയെ പോലെ, ഒരു ശിശുവിനെ പോലെയുള്ള അവൻ സുഖമായി ജീവിക്കും ഈ ലോകത്ത്. പലതിനെയും അറിയുമ്പോഴാണ് അസ്വസ്ഥതയും ഭയവുമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത്. സത്താ സാമാന്യത്തെയാണ് ചിത്ത് എന്ന് പറയുന്നത്. ആ ചിത്തിൽ നിരന്തരം വിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിക്ക്, അയാൾ സർവത്ര ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം സർവേശ്വരനാണ്. ഇങ്ങനെ തന്നെയാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി ഭവിക്കുന്നു. അയാൾക്കും ബ്രഹ്മത്തിനും തമ്മിൽ വ്യത്യാസമില്ല. അതെങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നറിയാമോ? ഒരു ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത്? ബ്രഹ്മത്തിനെ അറിയാൻ ബ്രഹ്മത്തിന് മാത്രമേ പറ്റൂ. വ്യക്തിക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. അപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന് നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിലും അയാളുടെ വ്യക്തിത്വം അവിടെ ബാക്കിയില്ല. അദ്ദേഹം ബ്രഹ്മമായി കഴിഞ്ഞു. ബ്രഹ്മമായി മാറിയിട്ടാണ് അദ്ദേഹം ബ്രഹ്മത്തെ അറിഞ്ഞത്. ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ബ്രഹ്മമായി മാറിയതല്ല.
ഉള്ളിലെ വ്യക്തിത്വം നിശേഷം അകലുമ്പോൾ പ്രകാശിക്കുന്നതാണ് ഈ ആത്മാവ്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനി സർവേശ്വരൻ തന്നെ. അദ്ദേഹം എല്ലാം ആയിത്തീർന്നിരിക്കുന്നു. ഒരു ആത്മജ്ഞാനിയുടെ അനുഭവം എന്താണ്? ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ എന്നാണ്. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ. അപ്പം ആ ഞാനെന്ന് പറയുന്നത് കുടുസായ ഒരു ഞാനാണോ? ഒരു ലിമിറ്റഡ് ഈഗോയാണോ? അല്ല. എത്ര അഹങ്കാരം മുഴുത്ത ഒരു വ്യക്തിയായാലും എല്ലാം ഞാനാണ് എന്ന് പറയാൻ മാത്രം അയാളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവില്ല. എല്ലാം ഞാൻ എന്നുള്ള അറിവ് അഹങ്കാരം നശിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന അഹങ്കാരിയാണ്. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ എന്തൊരു അഹങ്കാരം! ഒന്നുകിൽ അഹങ്കാരം, അല്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ്. ഒന്നുകിൽ തലയ്ക്ക് വട്ട്, ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവൻ അത്ര കണ്ട അഹങ്കാരിയാണ്. പക്ഷേ എത്ര അഹങ്കാരിയായാലും ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്നോ ഹിരണ്യകശിപു, പ്രഹ്ലാദൻ്റെ അച്ഛൻ. അയാളെക്കാളും വലിയ ഒരു അഹങ്കാരിയില്ല. അയാൾക്ക് പോലും എല്ലാം ഞാനാണ് എന്ന് അഹങ്കരിക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരം നീങ്ങുമ്പോൾ ആത്മാവ് സ്വയം പ്രകടിപ്പിക്കുന്നു, ഇതെല്ലാം ഞാനാണ്. അവിടെ ഞാനെന്നുള്ള വാക്ക് പ്രയോഗിച്ചാലല്ലാതെ ആ അനുഭവത്തെ എങ്ങനെ പറയാൻ പറ്റും? ആ ജ്ഞാനിയുടെ ഉള്ളിലുള്ള ഞാൻ പൊള്ളയാണ്. അതൊരു ഹോളോ വേർഡാണ്. ഹോളോ ആണെങ്കിലും അത് ഹോളിയാണ്. അത് അത്യന്തം പവിത്രമാണ്. അതിൽ കഴമ്പില്ല. അയാൾ ഞാനെന്ന് നമ്മെപ്പോലെ പറയുന്നുണ്ടെങ്കിലും അതിൽ കഴമ്പില്ല എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. ഞാനായി പ്രകടമാകുന്നത് ആത്മാവാണ് എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഞാൻ, എൻ്റെ, എന്നോട്, എന്നിൽ, എനിക്ക് തുടങ്ങിയ വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ അജ്ഞാനികൾ പ്രയോഗിക്കുന്ന അർത്ഥത്തിലല്ല അദ്ദേഹം ആ വാക്കുകൾ പ്രയോഗിക്കുന്നത്. ഞാൻ ഇല്ല എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ പ്രയോഗിക്കുന്നത്. നമ്മൾ ഞാനിന് പരമസത്യം, അതിനെ പരമസത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ വാക്കുകളെല്ലാം പറയുന്നത്. ഇപ്പം തന്നെ സൂചിപ്പിക്കാൻ ഞാനെന്ന വാക്കല്ലാതെ മലയാള ഭാഷയിൽ വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? ഒരാൾക്ക് തന്നെ സൂചിപ്പിക്കണം. ഞാൻ അല്ലാതെ വേറെ ഏത് വാക്കാണ് ഉള്ളത്? അതുകൊണ്ട് ഞാനെന്ന് പറയാൻ നിർബന്ധിതനാവുന്നു. പക്ഷേ അദ്ദേഹം എന്താ ഈ ഞാൻ കൊണ്ട് ഞാനെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിലെ ഒരു നിഴലാണ് ഈ ഞാൻ എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, വ്യവഹരിക്കുമ്പോൾ ഞാൻ, എനിക്ക് എന്നൊക്കെ പറഞ്ഞേ പറ്റൂ. ആ വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഉപയോഗിക്കുന്നു. അല്ലാതെ അതൊക്കെ സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലവലേശം വിചാരമില്ല.